ഓ അങ്ങനെ രാവിലെയായി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ വീട്. ഈ കാണാൻ എൻ്റെ സ്കൂട്ടർ. ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒട്ടും പൈസ ഇല്ല. എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉള്ള സമയത്തായിരുന്നു ഈ സ്കൂട്ടർ വാങ്ങിച്ചത്. ഇത് ഹീറോയുടെ പ്ലഷറാണ്. ഇതേ ഉള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, വേറൊരു ഒമിനി ഉണ്ട്, അതുകൊണ്ട് കാറുണ്ട്. കാർ ഒമിനിയാണ്. ഈ സത്യം പറഞ്ഞാൽ എൻ്റെ വാപ്പാക്ക് ലൈസൻസ് കിട്ടിയപ്പം എൻ്റെ വാപ്പാക്ക് വാങ്ങിച്ചെടുത്താണ്. ഇപ്പം എനിക്ക് ലൈസൻസ് കിട്ടിയപ്പം എനിക്ക് തന്ന്. എന്തായാലും ഈ കോളനി കറങ്ങിയിട്ട് വരാം. ഞാൻ താമസിക്കുന്ന ഒരു കോളനിയിലും കൂടെയാണ്. അപ്പം എനിക്ക് വലിയ പൈസയൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ മാറി താമസിക്കാനൊന്നും പോണില്ല. എനിക്ക് ഇവിടെ തന്നെയാണ് താമസിക്കാൻ ഇഷ്ടം. അതുകൊണ്ട് മാറി താമസിക്കുന്നില്ല. ലിഫ്റ്റൊക്കെ അടിക്കുന്നത് നല്ലോണം അടിക്കാൻ അറിയാം. അടിക്കാതെ നമുക്കിനി കയറ്റിയിടാം. കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് തട്ടിയതേ ഉള്ളൂ. എനിക്കിപ്പോൾ നിങ്ങൾ നേരെ ഒരു ഓട്ടോ കാണുന്നുണ്ടോ? ഇതെൻ്റെ മാമൻ്റെ ഓട്ടോയാണ്. ഇതെൻ്റെ മാമൻ്റെ വീടാണ്. ഇതെൻ്റെ മാമൻ്റെ ഓട്ടോയാണ്. എൻ്റെ മാമൻ്റെ ഭാര്യ മക്കളെല്ലാം ഇവിടെ ഈ മാമനാക്കി ഈ ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെല്ലാം ഈ ഓട്ടോയിലാണ് പോണത്. അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും പൈസ ഒപ്പിക്കണം. അപ്പോൾ നമ്മളെ സ്കൂട്ടർ എടുത്തിട്ട് നേരെ നമുക്ക് പൈസ ഒപ്പിക്കാനുള്ള വഴി ഒപ്പിക്കാം. ആദ്യം ഹെൽമെറ്റ് ഇടാം, അതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഗൈസ്, നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും വണ്ടി ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ഇടുക. സേഫ്റ്റി മുഖ്യം. ബുക്കിൽ നമുക്ക് നേരെ നല്ല പൈസ ഇട്ടോ നോക്കി വെക്കാം. ജോലിയെല്ലാം ഉണ്ടെങ്കിൽ ജോലിക്കും പോവാം. പിന്നെ ഗൈസ്, ഇവിടെ ഏറ്റവും സംഭവം കാണണമല്ലോ. ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ പോകും. അങ്ങനെയാണ് സംഭവം. നമുക്ക് അവിടെ നിന്ന് ചിലപ്പോൾ പൈസ ഇടാനുള്ള സംഭവമാണല്ലോ. അങ്ങനെ പോകാം. നമുക്ക് ഇങ്ങനെ അങ്ങ് കയറി പോകാം. ഗായ്സ്, ഇവിടെയായിട്ട് ഒരാളിപ്പോൾ ഉണ്ട്. ഈ ആളിനകത്ത് നമുക്ക് ചോദിക്കാം ഇതെന്താണ് സംഭവം എന്ന്. അല്ല ചേട്ടാ, ഇതാണ്ട് ഈ കാണുന്ന എന്തിനാണ് സംഭവം? ഇത് ഒന്നുകൂടി സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ചാലഞ്ചാണ്. ഈ ചാലഞ്ച് കംപ്ലീറ്റ് ആക്കുന്നവർക്ക് ഫോർച്യൂണർ ലെജൻഡറും പിന്നെ ആ കാണുന്ന പോലത്തെ താറും പിന്നെ ഡ്യൂക്ക് 390യും കിട്ടുന്നതാണ്. ഇത്രയും കിട്ടുമോ? വേറെ കിട്ടും കേട്ടോ. വേറെ 1,50,000 രൂപ കിട്ടും. 1,50,000. ആ ചേട്ടാ, ഞാൻ ഇതിൽ ചേരുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവം? ഇതിൽ ചേരണമെങ്കിൽ വെറുതെ ചേർന്നാൽ കുറച്ച് ഫോമൊക്കെ ഫില്ല് ചെയ്യണം. കൂടാതെ മറ്റേ ഡൊണേഷൻ ചെയ്യണം. ചേട്ടാ, അതെല്ലാം ഒന്ന് സെറ്റാക്ക്. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ആ ഫോമെല്ലാം ഫില്ല് ചെയ്തിട്ടാണ്. നമ്മളെ സ്കൂട്ടർ ഇവിടെ ഇരിപ്പുണ്ട്. നേരെ ഇങ്ങോട്ട് വന്ന് ഫോമൊക്കെ ഫില്ല് അങ്ങ് പോയി നമ്മുടെ ചാലഞ്ച് കംപ്ലീറ്റ് പോവാണ്. അവർ പിന്നെ വേറെ കാര്യം പറഞ്ഞു. ഫോം ഫില്ല് ചെയ്തിട്ടെന്തെന്ന് പറഞ്ഞാൽ ഇതിൽ 3 ലൈഫുണ്ട്. അങ്ങനെയല്ല, ഇപ്പം ഇതിൽ നിന്ന് ഔട്ടായ എൻ്റെ ഒരു ലൈഫ് പോലെ, ഇതിൽ നിന്ന് ഔട്ടായ എൻ്റെ ഫസ്റ്റത്തെ ലൈഫ് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം അങ്ങനെയുണ്ട്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഫെയിലായാലും ഒന്നും കൂടെ കളിക്കാം. ഇത് ഫെയിലാവാതെ കളിക്കണം. ഇത് മഹേന്ദ്ര താറാണ്. ഇതിനെ ഓട്ടിച്ചിട്ടില്ല ഇതൊരൈറ്റം. ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ 800ഉം മറിഞ്ഞേനെ ഗൈസ്. ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോൾ 800ഉം
പിന്നെ ഇപ്പോൾ കാണുന്ന ഞാൻ ഒമിനി മാത്രമേ ഓട്ടിച്ചിട്ടുള്ളൂ. ഇതൊന്നും ഞാൻ ഓട്ടിച്ചിട്ടില്ല. തട്ടിയതിന് ഇനി അവിടെ കുറച്ച് സംഭവം ഉണ്ടല്ലോ. ഇവിടെ എനിക്ക് തോന്നുന്നു അവിടെ സ്പീഡിൽ പോയി നോക്കാം. ഓ മറഞ്ഞ് ഗൈസ്, ചില്ലെല്ലാം പൊട്ടണ ശബ്ദം കേട്ട്. കാര്യം നമുക്ക് റിവേഴ്സ് പോവാം. അങ്ങോട്ട് കയറുമെന്ന് തോന്നുന്നുണ്ട് എനിക്ക്. റിവേഴ്സ് ഇതിന് ഓഫ് റോഡ് വണ്ടി കൊണ്ട് കുഴപ്പമില്ല. ഓഫ് റോഡ് വണ്ടിയാണെന്നൊക്കെ എനിക്കറിയാം. ഞാനാകെ 800ഉം ഒമിനിയും മാത്രമേ ഓട്ടിച്ചിട്ടുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് 800ഉം പിന്നെ ഇതിൻ്റെ ഫുള്ള് നിറയെ ഒമിനിയും. പക്ഷേ ഈ ചാലഞ്ച് ജയിച്ചാൽ ഫോർച്യൂണർ ലെജൻഡും ഇതേപോലത്തെ താറും ഡ്യൂക്ക് 390 കിട്ടുമെന്നാണ് പറഞ്ഞത്. ഞാനാണെങ്കിൽ 2 വീലറായിട്ട് എൻ്റെ ഞാൻ വന്ന ഹീറോ ഒരു പ്ലഷർ മാത്രമേ ഓട്ടിച്ചിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് ഡ്യൂക്ക് 390 കിട്ടും. പിന്നെ 2 കാറും കൂടെ എക്സ്ട്രാ കിട്ടും. ഒന്ന് ഫോർച്യൂണർ ലെജൻഡറും ഒന്ന് ഈ കാണുന്ന താറും. അപ്പോൾ നമുക്ക് നല്ലോണം കളിച്ചാൽ നല്ലോണം സമ്മാനം വാങ്ങിക്കൊണ്ട് പോവാം. ഇത് കുറേ നേരമായി കഴിച്ചു. ഇത് ശരിയാവില്ല ഗായ്സ്. അങ്ങനെ ഒരുവിധം എത്തി. വണ്ടിയുടെ 2 ഡോറ് പോയി. ഞാൻ ഈ ഫാനിൻ്റെ കണ്ടെയ്നറിൻ്റെ ഇടയിൽ കൂടെ എങ്ങനെ കുടുങ്ങിപ്പോയി. അങ്ങനെ ചാടി എത്തിയതാണ് ഞാൻ. അങ്ങനെ കണ്ടെയ്നറിൻ്റെയും ഫാനിൻ്റെ ഇടയിൽ ഞാൻ കുടുങ്ങിപ്പോയി. അങ്ങനെ ചാടി അവസാനം എത്തി. നമുക്ക് ഇങ്ങനെ പോവാം. ഓക്കെ, ഇവിടെ ജമ്പിങ് ഉണ്ടെന്ന് തോന്നുന്നു. റിവേഴ്സ് എടുക്കാം. ഫാനും ഉണ്ട്. ഭാഗ്യം എല്ലാം നടന്നുകൊണ്ട് ഭാഗ്യം. വണ്ടിയിൽ 2 ഡോറ് പോയി. പക്ഷേ ഇതിൻ്റെ മുതലാളി പറഞ്ഞത് ഈ കാറെന്നല്ല, ഇതേപോലത്തെ കാറെന്നാണ്. അല്ല ഈ കാറെന്ന് പറഞ്ഞാലും ചിലപ്പോൾ വേറെ കാറിന് ചിലപ്പോൾ ഈ കാറിന് ഡാമേജ് പറ്റിയ കാറൊന്നും ആരും കൊടുക്കില്ല. ഈ കാറെന്ന് പറഞ്ഞാലും വേറെ കാറ് തരും. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എത്താറായ കുറച്ചും കൂടെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ നോക്കിയും കണ്ട് കളിച്ച് ജയിച്ച ഫോർച്യൂണർ ലെജൻഡറും ഇതേപോലത്തെ താറും പിന്നെ ഡ്യൂക്ക് 390 കിട്ടും. ഇനി ഇത് മാത്രമല്ല, 1.5 ലക്ഷം രൂപയും കിട്ടുമെന്ന് പറഞ്ഞു. നമ്മളെ പറഞ്ഞു കേട്ടാ, 1.5 ലക്ഷം രൂപയും കിട്ടുമെന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, തീയെന്നാണ് തോന്നണത്. തീന്ന ഇനിയല്ല, ഇനി അങ്ങോട്ടൊന്നും കാണല്ലോ ഗൈസ്. ഇപ്പൊ പോയതിന് തീയെന്നാണ് തോന്നണത്. അവിടെ സേഫ്റ്റി കോൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി തോന്നുന്നു അവിടുത്തെ ടച്ച് ഫിനി ജയിക്കുന്ന തോന്നണം. പക്ഷെ ഇവിടെ ഒരു ഫാനുണ്ട്. നമ്മൾ ഈ ഫാൻ നോക്കി പോകണം. ഭാഗ്യം ഇനി നേരെ സ്പീഡിൽ കൊണ്ടുപോയി കയറ്റാം. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഈ റേസിന് ജയിച്ചിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇതുവരെ പൈസയും കിട്ടി 1.5 ലക്ഷം രൂപയും കിട്ടി. കിട്ടില്ല ഇനി പോയി വാങ്ങണം. മുതലായിട്ട് 1.5 ലക്ഷം രൂപയും കിട്ടി. ഫോർച്യൂണർ ലെജൻഡറും കിട്ടാൻ പോണ്. പിന്നെ ഇതേപോലത്തെ താറും കിട്ടാൻ പോണ്. പിന്നെ ഡ്യൂക്ക് 390 കിട്ടാൻ പോണ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ എൻ്റെ ഓണറിൻ്റെ അടുത്ത് പോവാം. ഹലോ ഗൈസ്, നമ്മൾ ഓണറിനെ കാണാനില്ല. നമുക്കത് ഈ കാണുന്ന ചേട്ടനെ ചോദിക്കാം. ചേട്ടാ കണ്ട് ഇതിൻ്റെ ഓണറിനെ കണ്ടായിരുന്ന? ഓ, നിങ്ങൾ മറ്റേ ആളല്ലേ? ഏതാള്? നിങ്ങൾ ഈ ചാലഞ്ച് ജയിച്ചല്ലേ? അതെ, ജയിച്ച്. ആ, ഞാൻ ഇതിൻ്റെ ഓണർ പറഞ്ഞാണ് നിന്നെ കാണാൻ. അപ്പം നിനക്കുള്ള സമ്മാനം ഇപ്പം കൊണ്ടുവരും. ഇപ്പോൾ 1.5 ലക്ഷം കയ്യിൽ പിടിച്ചോ. എവിടെ പൈസ എവിടെ? ഓക്കെ, സന്തോഷമായോ? ആ, സന്തോഷമൊക്കെയായി. അപ്പോൾ ബാക്കി ഫോർച്യൂണർ ലെജൻഡറും ഇതേ കണക്ക് തന്നെയുള്ള താറും പിന്നെ ഡ്യൂക്ക് 390 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു.
അതൊക്കെ ഇപ്പം കൊണ്ടുവരും. ജസ്റ്റ് എ മിനിറ്റ്. ഓക്കെ അതിനുമ്പ് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമോ? നിങ്ങൾക്കൊരു സർപ്രൈസ് ആണ്. ഓക്കെ ആയിസ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കാനാണ് പറഞ്ഞത്. ഗിഫ്റ്റെല്ലാം കൊണ്ടുവരുമെന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞിരിക്കാം. എനിക്ക് ഇനി തിരിഞ്ഞ് നോക്കിക്കാം. എവിടെ ഗായ്സ് പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ ട്രക്കിൻ്റെ അവിടെ ഒരു തലയിടിച്ചായിരിക്കും. ഗായ്സ് പറഞ്ഞ പോലെ തന്നെ ഉണ്ട്. ഫോർച്യൂണർ ലെജൻഡറും മഹേന്ദ്ര താറും, ടൊയോട്ടയിലെ ഫോർച്യൂണർ ലെജൻഡറും മഹേന്ദ്ര താറും ഡ്യൂക്ക്. ഇത് 1290 അല്ലേ? അത് പിന്നെ 390 എന്നല്ല, അത് നമ്മൾ ഇതിൻ്റെ മുതലാളി പറഞ്ഞത് മാറിപ്പോയതാണ്. 190 എന്നാണ്. ശരി. അപ്പോൾ ഗൈസ് എനിക്ക് നല്ല സന്തോഷമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇതും കൊണ്ട് വീട്ടിൽ പോവാണ്. വണ്ടി ഞാനാണ് ഓട്ടിക്കണം. ഇപ്പം ഞാൻ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഓട്ടിച്ചോളാം. ഡ്രൈവർ ഇപ്പോൾ ഇപ്പുറത്തെ സീറ്റ് ഇരിപ്പുണ്ട്. ഇതാണ്ട് ഐഫോൺ ഇത് ഡ്രൈവറിൻ്റെ ആണ്. നമുക്ക് നല്ല ഐഫോൺ നിൽക്കേണ്ട വല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് പൈസ ഐഫോൺ പുതിയ മോഡലിൽ എടുക്കാം. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മളെ ചാനലിലാകെ 16 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്കിനി വളരെ കൂട്ടേണ്ടതാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ വീട് ഇത് വളയ്ക്കാനൊക്കെ പാടാനുള്ള കേസ് വിചാരിക്കണം. ട്രക്കിന് ലൈസൻസ് ഇല്ലല്ലോ. ബൈക്ക് താഴെ പോവോ? ബ്രേക്ക് പിടിച്ചപ്പോഴേക്കും ബൈക്ക് കയറി വന്ന്. അതെന്തായാലും നന്നായി. നമുക്ക് ഈ വണ്ടികളൊക്കെ സൂക്ഷിച്ചു കൊണ്ടുപോകാം. നമ്മളെ വണ്ടികളാണ്. ഉമ്മായി വാപ്പായി കാണുമ്പോൾ സന്തോഷിക്കും. അപ്പോൾ ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ കോളനി എത്തി. ഇനി വേണം വളച്ചെടുത്ത് കയറ്റേണ്ടത്. എല്ലാവരുടെയും മുന്നിൽ ഷോ കാണിക്കാൻ കൂടെ വേണം. എന്തൊരു പുതിയ കാറൊക്കെ എടുത്തായി. കാറൊക്കെ എടുത്ത് ഗൈസ് എല്ലാവരും ചോദിച്ചുണ്ട്. രോഹിത്ത് നീ കാറൊക്കെ എടുത്തോ? രോഹിത്ത് നീ കാറൊക്കെ ഇടുന്നോ? ഗൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാറ് മാത്രമല്ലല്ലോ, ഒരു ബൈക്കും കൊണ്ട് ഇരിപ്പുണ്ടല്ലോ. ഗൈസ് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇനി നമ്മൾ വാപ്പായ്മ കണ്ട സീനായിരിക്കും. എടാ മോനെ, നീ പുതിയ 2 കാറൊക്കെ എടുത്താ? കാർ മാത്രമല്ല, അപ്പോൾ ഇപ്പുറത്തെ ഒരു ഡ്യൂക്ക് 1290 ഉണ്ട്. എന്നാലും നന്നായിടാ മോനെ. അപ്പോൾ നിങ്ങൾക്ക് വാപ്പൊക്കെ സന്തോഷമായി. അപ്പോൾ ഗൈസ് ഇത്രയുള്ള വീഡിയോ വന്നാൽ നേരത്തെ പറഞ്ഞെല്ലാം ചെയ്യുക. അപ്പോൾ ടാറ്റ ചിരിയോ, ബൈ.